Good morning, students. Electronic devices and circuits in part 7 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതിൽ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ പറ്റിയാണ് പഠിക്കുന്നത്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന പോർഷൻസിൻ്റെ സ്പെസിഫിക് ഔട്ട്കമ്മിൽ വരുന്നത് to explain the principle of operation of transistor amplifier in common emitter configuration and to derive the expression of voltage gain, current gain, power gain, input to output impedance of CE configuration. ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന നേരം അതിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ്, അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, ഓരോ കമ്പോണൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടാണ് ഇനി വരുന്ന എല്ലാ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെയും ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെയും മെയിൻ പോർഷൻ. എന്താണ്? ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടാണ്. ഇത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബയാസിംഗ് സർക്യൂട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടിനാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. എങ്ങനെയാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ഉണ്ടാവുക? എന്തൊക്കെയായിരുന്നു കമ്പോണൻസ്? ആർ സി, കളക്ടർ റെസിസ്റ്റർ ആർ സി, എമിറ്റർ റെസിസ്റ്റർ ആർ ഇ, R1 ആൻഡ് R2. ഇനി നമ്മളൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിനെ പറ്റി പറയുമ്പോഴും അതിൽ എന്തൊക്കെയാണ് കമ്പോണൻസ്, ഇനി വരുന്ന എല്ലാ പോർഷനിലും നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ്. സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആയിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യുന്നു, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ആൻഡ് എവരി കമ്പോണൻസ് ഇൻ ദ സർക്യൂട്ട്സ്. ആ പാരഗ്രാഫ് ആയിരിക്കണം ഫസ്റ്റ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ സർക്യൂട്ടിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടതുപോലെ ആർ സി ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ കളക്ടർ കറൻറ്റ്. കളക്ടർ കറൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ സി എന്ന് പറഞ്ഞ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. Okay, then RE is used for thermal stability. തെർമൽ സ്റ്റെബിലിറ്റി കൊണ്ടുണ്ടാവുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന കളക്ടർ കറൻറ്റിലുണ്ടാവുന്ന വേരിയേഷൻസ് ഇൻക്രീസിങ്. അതായത് നമുക്കറിയാം ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവുന്ന സമയത്ത് കളക്ടർ കറൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. കളക്ടർ കറൻറ്റ് കൂടുന്ന നേരം ക്യൂ പോയിൻ്റ് നമ്മൾ ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുന്നത് സെൻറ്റർ ഓഫ് ദ ലോഡ് ലൈനിലായിരിക്കും. ആ ലോഡ് ലൈനിന് നേരെ അത് സാച്ചുറേഷനിലേക്ക് കയറിപ്പോവും അല്ലേ. അന്നേരം എന്തായി? നമ്മൾ വിചാരിക്കുന്ന ഓപ്പറേഷൻ ഒന്നും നടക്കില്ല. അങ്ങനെ ആവുന്നേരം നമുക്ക് മാക്സിമം ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കാത്ത ഒരു ഘട്ടം വരും.
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RE എന്ന റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. REൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ RE ഈസ് യൂസ്ഡ് ഫോർ തെർമൽ സ്റ്റെബിലിറ്റി വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് കറൻറ്റ് IC ഇൻക്രീസസ്. IC ഇൻക്രീസ് ചെയ്യുന്നേരം എന്താ ചെയ്യുന്നത്? REക്ക് അക്രോസുള്ള ഡ്രോപ്പും കൂടും. REക്ക് അക്രോസുള്ള ഡ്രോപ്പ് കൂടുന്നേരം ഇൻ എഫക്റ്റ് അത് ഇൻപുട്ടിനെയും എഫക്റ്റ് ചെയ്യും, ഇൻപുട്ട് സർക്യൂട്ടിനെയും. കാരണം RE എന്ന് പറയുന്ന റെസിസ്റ്റർ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരുന്നൊരു റെസിസ്റ്ററാണ്. ഇൻപുട്ട് എന്ന സർക്യൂട്ട് നമ്മൾ നോക്കുന്നേരം R2 VBE RE ആ സർക്യൂട്ടാണ് ഒരു ഇൻപുട്ട് ലൂപ്പായിട്ട് നമുക്ക് വരുന്നത്. R2ന് അക്രോസുള്ള വോൾട്ടേജാണ് ശരിക്കും നമ്മൾ ഇൻപുട്ടിലെ ബേസിൽ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വോൾട്ടേജ്, R2ന് അക്രോസുള്ള വോൾട്ടേജ്. അന്നേരം ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ വോൾട്ടേജ് VBയും REയും തമ്മിലാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം RE കൂടുന്തോറും ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം REക്ക് അക്രോസുള്ള ഡ്രോപ്പ് കൂടുകയാണെങ്കിൽ ഇൻ എഫക്റ്റ് ബേസ് ടു എമിറ്റർ വരുന്ന വോൾട്ടേജ് കുറയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ബേസ് കറൻറ്റ് കുറയും. നേരെ കളക്ടർ കറൻറ്റ് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബേസ് കറൻറ്റ് കുറയും. നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ IB കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കളക്ടർ കറൻറ്റിലുണ്ടാവുന്ന ഇൻക്രീസ് കുറയും. എന്ന് പറഞ്ഞാൽ കളക്ടർ കറൻറ്റ് കുറയും. എഗെയിൻ Q പോയിൻ്റ് സെൻട്രലിൽ തന്നെ ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് REൻ്റെ പ്രത്യേകത. സോ അത് നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, RE ഈസ് യൂസ്ഡ് ഫോർ തെർമൽ സ്റ്റെബിലിറ്റി. ആ വാക്ക് അവിടെ ഉണ്ടായിരിക്കണം, തെർമൽ സ്റ്റെബിലിറ്റി. RE ഈസ് യൂസ്ഡ് ഫോർ തെർമൽ സ്റ്റെബിലിറ്റി. RC ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ കളക്ടർ കറൻറ്റ്. ദെൻ പിന്നെ വരുന്നത് R1 ആൻഡ് R2 ആണ് അല്ലേ. R1 ആൻഡ് R2 ആർ യൂസ്ഡ് ഫോർ വോൾട്ടേജ് ടു ഒബ്റ്റെയിൻ ദ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് അല്ലേ. വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് നെറ്റ്വർക്കിൻ്റെ മെയിൻ പാർട്ടായ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? R1 ആൻഡ് R2 ആണ്. R1 ആൻഡ് R2 ആക്ട് ആസ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. അതാണ് അതിൻ്റെ പോയിൻ്റ്. ഓക്കെ. ദെൻ VCC എന്ന് പറഞ്ഞ ഒരു പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട്. ഇൻപുട്ട് സർക്യൂട്ടിനും ഔട്ട്പുട്ട് സർക്യൂട്ടിനും കോമൺ ആയിട്ടുള്ള വോൾട്ടേജാണ് VCC. നമ്മൾ സാധാരണ ഇൻപുട്ടിന് ഒരു സപ്ലൈയും ഔട്ട്പുട്ടിന് ഒരു സപ്ലൈ ആണ് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത് അല്ലേ. അത് മാറ്റിയിട്ട് ഒറ്റ സപ്ലൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിനും ഔട്ട്പുട്ട് ലൂപ്പിനും അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ VCC എന്ന് പറഞ്ഞ സപ്ലൈ രണ്ടിനും കൂടി യൂസ് ചെയ്യുന്നത്. രണ്ട് ഇതിനും ഇൻപുട്ട് റെസിസ്റ്റേഴ്സായ R1 ആൻഡ് R2 VBE RE ആ ഒരു ലൂപ്പിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ VCC ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ RC കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് RE ഈ ഒരു സർക്യൂട്ടിനും നമ്മൾ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് VCC എന്ന് പറഞ്ഞ വോൾട്ടേജ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ദെൻ ഓക്കെ, സർക്യൂട്ടിൽ നമ്മൾ VCC അപ്ലൈ ചെയ്യുന്നു. രണ്ടിനും അക്രോസ്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും അക്രോസ് ആയിട്ട് നമ്മൾ VCC അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് കാണാം, പുതിയ 3 കമ്പോണൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. AC സിഗ്നൽ അല്ലാതെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയേ. C1, C2, C3. C3 എന്ന് പറഞ്ഞാൽ CE എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്ററാണ് C3. ഓക്കെ. C1 ആൻഡ് C2 ആക്ട് ആസ് കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുക അതിന്. എന്താണ് പറയുന്നത്? കപ്ലിംഗ് കപ്പാസിറ്റർ. ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ബയാസിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് DC വോൾട്ടേജാണ് ബയാസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്.
നേരെ ഡി സി വോൾട്ടേജിൻ്റെ നമ്മളിപ്പോൾ ഔട്ട്പുട്ടിലെത്തുന്ന സമയത്ത് ഡി സിയും ഉണ്ടാവും എ സിയും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എ സി സിഗ്നലിലും ഡി സിയും എ സിയും ഉണ്ടാവും. നമ്മൾ ഡി സിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അതിലുള്ള എ സി സിഗ്നലിനാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ട് ആ സിഗ്നലിൻ്റെ എ സി മാത്രം നമുക്ക് എവിടെ കിട്ടിയാൽ മതി? ബേസിലേക്ക് എത്തിയാൽ മതി. നേരെ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ വി ഇൻ എന്ന് പറഞ്ഞ എ സി സിഗ്നൽ നമ്മൾ ഒരു കപ്പാസിറ്റർ വഴിയാണ് ബേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ എ സി സിഗ്നലിൻ്റെ ഡി സി പോർഷൻ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ സി സിഗ്നൽ എന്ന് പറയുന്നത് വെറും എ സി മാത്രമായിരിക്കില്ല. എ സിയും ഒരു ഡി സി ഓഫ്സെറ്റ് വോൾട്ടേജ്, ഒരു ഡി സി വോൾട്ടേജും കൂടി ഉണ്ടാവും. നേരെ ഡി സിയും കൂടി വരുന്നേരം നമുക്കറിയാം ഒരു പോസിറ്റീവ് ഡി സി ആണെങ്കിൽ എ സി വോൾട്ടേജ് മേലേക്ക് കയറിപ്പോവാണ് ചെയ്യുക അല്ലേ. സീറോയിൽ നിന്നല്ല ചേഞ്ച് ചെയ്യുക. ഒരിപ്പോൾ എത്ര ഡി സി വോൾട്ടേജ് ഉണ്ടോ ആ ഡി സി വോൾട്ടേജിൽ നിന്ന് കൂടുകയും കുറയുകയാണ് ചെയ്യുക. എന്നിട്ട് ഡി സി നമുക്ക് ആവശ്യമില്ല. ആ ഡി സി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ C1 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. നേരെ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ? ഇറ്റ് ബ്ലോക്സ് ഡി സി വോൾട്ടേജ് ആൻഡ് പാസസ് എ സി വോൾട്ടേജ്. പാസ് ചെയ്യും, എ സിനെ പാസ് ചെയ്യും, ഡി സിനെ ബ്ലോക്ക് ചെയ്ത് കളയും. അത് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകതയാണ്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡി സിക്ക് ഹൈ റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുക. നമുക്കറിയാം അല്ലേ, ഒമേഗ സി റെസിസ്റ്റൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1/2πfc ആണ്. 1/2πfc എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഡി സിക്ക് എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്താണ്? 0 ആണ്. ഡി സിൻ്റെ ഫ്രീക്വൻസി കുറയും തോറും ഈ എക്സി എന്ന് പറയുന്ന കമ്പോണൻറ്റ് എന്ത് ചെയ്യും? കൂടി വരും അല്ലേ. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഡി സിക്ക് ഹൈ ഒപ്പോസിഷനാണ് ആര് കൊടുക്കുക? കപ്പാസിറ്റർ കൊടുക്കുക. അതുകൊണ്ട് ഡി സി അങ്ങോട്ടേക്ക് പോകില്ല, ബേസിലേക്ക്. ഏത് മാത്രമേ പോവുള്ളൂ? എ സി. അന്നേരം എ സിക്ക് ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. എന്ന് പറഞ്ഞാൽ എ സിക്ക് ഈസി ആയിട്ട് കപ്പാസിറ്ററിൽ കൂടി പോകാൻ പറ്റും. അതുകൊണ്ട് എ സിനെ പാസ് ചെയ്യും, ഡി സിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന പേരിൽ പറയുന്നത്. നേരെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് 2 ഉണ്ട്. C1 ഉണ്ട്, C2 ഉണ്ട്. C1 എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ കപ്പിൾ ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്കറിയാം ഔട്ട്പുട്ടിൽ നമ്മൾ ഡി സി ബയാസിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ക്യൂ പോയിൻ്റ് സെൻറ്ററിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് കൊണ്ട് ഒരു ഡി സി വോൾട്ടേജും കൂടി ഔട്ട്പുട്ടിൽ വരും. എ സിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. ആ എ സിൻ്റെ കൂടെ തന്നെ ആരും ഉണ്ടാവും? ഒരു ഡി സി വോൾട്ടേജും ഉണ്ടാവും. അന്നേരം ഈ ഡി സി വോൾട്ടേജിനെ എഗെയിൻ നമ്മൾ ഔട്ട്പുട്ടിലെത്തുന്ന നേരം നമുക്ക് ഡി സി വോൾട്ടേജ് ആവശ്യമില്ല. അന്നേരം ഡി സിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആംപ്ലിഫൈ ചെയ്ത വോൾട്ടേജിൽ നിന്ന് ഡി സി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നേരെ 2 കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ ഒരേപോലെ തന്നെ. ഇറ്റ് ബ്ലോക്സ് ഡി സി വോൾട്ടേജ് ആൻഡ് പാസസ് എ സി വോൾട്ടേജ്. നേരെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററായ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഔട്ട്പുട്ട് റെസിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നത് എ സി സിഗ്നൽ മാത്രമായിരിക്കും. ഡി സിനെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. ഇനിയുള്ളത് ബൈപ്പാസ് കപ്പാസിറ്ററാണ്. ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് RE. REക്ക് അക്രോസ് ആയിട്ടാണ് ബൈപ്പാസ് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. വാട്ട് ഈസ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ? എന്തായിരുന്നു ഗെയിൻ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. കറൻറ്റ് ഗെയിൻ നമ്മൾ യൂഷ്വലി കോമൺലി യൂസ് ചെയ്യുന്ന വാക്കാണ് കറൻറ്റ് ഗെയിൻ അല്ലേ. ബീറ്റ, ആൽഫ, ഗാമ അത് നമ്മൾ നീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അന്നേരം എന്തായിരുന്നു ബീറ്റ? കോമൺ എമിറ്റർ കറൻറ്റ് ഗെയിൻ. എന്താണ് കോമൺ എമിറ്റർ കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ എന്ന് പറയുന്നേരം എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആയിരിക്കണം. ഇതെല്ലാം എഴുതി വെച്ചോളണം. ഗെയിൻ ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടാണ്.
അന്നേരം കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറൻറ്റ്. ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറൻറ്റിനെയാണ് കറൻറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ഈ വോൾട്ടേജ് ഗെയിൻ കൂടണം. വോൾട്ടേജ് ഗെയിൻ കൂടുന്നേരം മാത്രമേ ആംപ്ലിഫിക്കേഷൻ നടക്കുള്ളൂ. ഹൈ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. അങ്ങനെയാന്നേരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എമിറ്റർ റെസിസ്റ്ററിന് അക്രോസ് അങ്ങ് കണക്ട് ചെയ്യും. അന്നേരം അവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകതയാണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഡി സിക്ക് ഓഫർ ചെയ്യുന്നത് ഹൈ റെസിസ്റ്റൻസും എ സിക്ക് ഓഫർ ചെയ്യുന്നത് 0 റെസിസ്റ്റൻസുമാണ്. അന്നേരം ഒരു ഹൈ റെസിസ്റ്റൻസും ഒരു 0 റെസിസ്റ്റൻസും പാരലലായിട്ട് വരുന്നേരം ഏത് റെസിസ്റ്റൻസിനാണ് ഇമ്പോർട്ടൻ്റ് വരിക? നമ്മൾ പാരലൽ സർക്യൂട്ടാണ് അന്നേരം ഓർമ്മിക്കേണ്ടത്. അന്നേരം പാരലൽ റെസിസ്റ്റൻസ് ഒരു ഹൈ റെസിസ്റ്റൻസും ഒരു 0 റെസിസ്റ്റൻസും, ഇപ്പോൾ ഒരു 10K റെസിസ്റ്റൻസും ഒരു 1K റെസിസ്റ്റൻസും പാരലലാക്കിയിട്ട് വെക്കുക നിങ്ങൾ. അങ്ങനെ അന്നേരം അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. 10K റെസിസ്റ്റൻസും 1K റെസിസ്റ്റൻസിൻ്റെ ഈക്വാലൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1K റെസിസ്റ്റൻസിന് അടുത്തുള്ള വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് സ്മോളർ ദാൻ 1K റെസിസ്റ്റൻസ്. 1K റെസിസ്റ്റൻസിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു എമിറ്റർ റെസിസ്റ്റൻസും ഒരു ബൈപ്പാസ് കപ്പാസിറ്ററും നമ്മൾ കണക്ട് ചെയ്തു. ദെൻ അതിൽ കൂടി എ സി പോകുന്ന സമയത്ത് ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0ന് അടുത്തായിരിക്കും. ഇറ്റ് ഓഫർ സ്മോൾ റെസിസ്റ്റൻസ് ഫോർ എ സി. അന്നേരം എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാകുന്നേരം അതും ആറിയും പാരലായിട്ട് വരുന്നേരം എഫക്റ്റ് ഏതിനായിരിക്കും കൂടുതലുണ്ടാവുക? ബൈപ്പാസ് കപ്പാസിറ്ററിന്. എന്നാൽ ഷോർട്ട് ചെയ്ത എഫക്റ്റാണ്. അതിനെക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. നേരെ എ സിയിൽ നമ്മൾ എ സി കറൻറ്റ് സിഗ്നൽ വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജാണ് കൂടി വരേണ്ടത്. എമിറ്റർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഒരിക്കലും ഔട്ട്പുട്ടായിട്ട് വരില്ല. അന്നേരം അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന എ സിനെ മാക്സിമം അങ്ങ് കുറച്ച് കളയാം. ഔട്ട്പുട്ടിൽ അന്നേരം കൂടുതൽ വോൾട്ടേജ് നമുക്ക് കിട്ടും. ആ ഒരു ഇതാണ് ഐഡിയ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അന്നേരം എ സി കറൻറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ബൈപ്പാസ് കപ്പാസിറ്റർ ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ബൈപ്പാസ് ഓൾ എ സി സിഗ്നൽ അക്രോസ് ദി എമിറ്റർ റെസിസ്റ്റൻസ്. നേരെ എമിറ്റർ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു എ സി വോൾട്ടേജും ഡ്രോപ്പ് ചെയ്യാത്ത വിധത്തിലായിരിക്കും എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അതേസമയം ഡി സിക്ക് ഈ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്. അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ അവിടെ വെക്കാത്ത അവസ്ഥ. നേരെ ഡി സി ബയാസിങ്ങിൽ നമ്മൾ RE യൂസ് ചെയ്യുന്ന തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നേരെ അതിൻ്റെ യൂസ് എന്താണോ ആ സമയത്ത് നമുക്ക് എമിറ്റർ റെസിസ്റ്റർ അതിനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരു കപ്പാസിറ്റർ ഇല്ലാത്ത എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഓപ്പൺ ആകുന്ന നേരം. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നേരെ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നേരം ഇൻ എഫക്റ്റ് എന്താണ് സംഭവിക്കുന്നത്? എന്താ നടക്കുന്നത്? എ സിൻ്റെ കറൻറ്റ് വോൾട്ടേജ് ഗെയിൻ കൂടും. വോൾട്ടേജ് ഗെയിൻ കൂടാൻ വേണ്ടിയിട്ടാണ് ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ചിട്ടും വെക്കാണ്ടും ചെയ്ത് നോക്കുകയാണെന്നിരിക്കാം. നേരെ ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ചിട്ടാണെങ്കിൽ അതിനൊരു ഗെയിൻ ഒരു 100 ഒക്കെ കിട്ടും. ഗെയിൻ ഔട്ട്പുട്ട് വളരെ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ആ ബൈപ്പാസ് കപ്പാസിറ്റർ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിന് വളരെ കുറവായിരിക്കും. 10 ഒക്കെ നമുക്ക് 10ൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഗെയിൻ കിട്ടുള്ളൂ. മറ്റേത് 100ൻ്റെ മുകളിലോളം നമുക്ക് ഗെയിൻ കിട്ടുമെങ്കിൽ വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ, കോമൺ എമിറ്റർ സർക്യൂട്ട് വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ഗെയിൻ വിൽ ബി വെരി വെരി ലെസ്. അതേസമയം നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് ഗെയിൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ. അന്നേരം ഇത്രയും കമ്പോണൻസിൻ്റെ ഫങ്ഷനൊക്കെ നമ്മൾ നീറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കമ്പോണൻസിൻ്റെയും ഫങ്ഷനാണ് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എഴുതേണ്ടത്.
എല്ലാം ഓരോ പ്രാവശ്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് അറിയായിരിക്കും എല്ലാ കമ്പോണൻറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അന്നേരം ഓരോ പ്രാവശ്യം പഠിക്കുന്നേരം ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പഠിക്കുക. ഓക്കെ. ഇനി ഇൻപുട്ട് വോൾട്ടേജ് ആയ AC സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ബേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് C1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ വഴിയാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദി ബേസ്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ബേസ് ടെർമിനലാണ് ഇവിടെ ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്, കോമൺ എമിറ്ററിൽ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. നേരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VN എന്ന് പറയുന്ന വോൾട്ടേജ്, സാധാരണ VN എന്ന് പറയുന്ന മില്ലി വോൾട്ടിലാണ് നമ്മൾ എടുക്കുക. 30 മില്ലി വോൾട്ട്, വളരെ കുറഞ്ഞ വോൾട്ടേജേ ഉണ്ടാവുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയറിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് മൈക്കിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ നേരെ ബേസിലേക്ക് അപ്ലൈ ചെയ്യുക. അന്നേരം ഈ മൈക്കിൽ നിന്ന് വരുന്ന വോൾട്ടേജ് റേഞ്ചിൽ ഉണ്ടാവില്ല, മില്ലി വോൾട്ടേജ് റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. നേരെ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ കുറഞ്ഞ വോൾട്ടേജ്, 0.001 വോൾട്ടാണ് 1 മില്ലി വോൾട്ട് എന്ന് പറയുന്നത്. നേരെ അത്രയും ചെറിയൊരു സിഗ്നൽ മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ, ബേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതേസമയം നമ്മൾ ഹൈ വോൾട്ടേജാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ കട്ട് ചെയ്തു പോകും. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. നേരെ ഔട്ട്പുട്ടിൽ നമുക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിസ്റ്റോർഷനായി ശരിക്കുള്ള വോൾട്ടേജ് അവിടെ കിട്ടില്ല. നേരെ ആ ഒരു ഇത് എന്തായാലും നമുക്ക് ഹൈ വോൾട്ടേജ് നമുക്ക് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് മാറ്റാനാണ്. അല്ലെങ്കിൽ മില്ലി വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജിനെ വോൾട്ടേജ് റേഞ്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് BC547 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. NPN ട്രാൻസിസ്റ്ററാണ്, ലോ പവർ ട്രാൻസിസ്റ്ററാണ്. അന്നേരം അതിൻ്റെ ബേസിലേക്ക് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇൻപുട്ട് എന്ന് പറയുന്നത് AC സിഗ്നലാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന AC സിഗ്നൽ എന്ന് പറയുന്നത് 1 മില്ലി വോൾട്ട് 20 മില്ലി വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി 0 മുതൽ മെഗാഹെർട്സ് ഫ്രീക്വൻസി വരെ വേരി ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് സാധാരണ അപ്ലൈ ചെയ്യാറ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു 1 കിലോ ഹെർട്സ്, അത് എഴുതി വെക്കണം നിങ്ങൾ. 20 മില്ലി വോൾട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടിൽ സാധാരണ കൊടുക്കാറ്. നേരെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആണ്. കപ്ലിംഗ് കപ്പാസിറ്റർ കഴിഞ്ഞിട്ട് ഉള്ള റെസിസ്റ്ററിന് പറയുന്ന ലോഡ് റെസിസ്റ്റർ എന്ന് അതിന് പറയാം. ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് 1K, ഇവിടെ കൊടുത്തിരിക്കുന്ന 1K എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. നേരെ ഇവിടെയാണ് നിങ്ങൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഇതിന് നേരെ ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ. ദെൻ ഇതിൻ്റെ ഓപ്പറേഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. വാട്ട് ഈസ് യൂഷ്വലി ചോദിക്കുന്ന ഒരു 9 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സാധാരണ ചോദിക്കുക. വെറും വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇനി പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമല്ല നമ്മൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഫിഗർ വരയ്ക്കുക, ദെൻ സർക്യൂട്ടിലെ കമ്പോണൻറ്റിൻ്റെ ഫങ്ഷൻസ് എഴുതുക. ഓരോ കമ്പോണൻറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത് അത് നീറ്റായിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതേണ്ടത്. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? നേരെ ഫസ്റ്റ് നമ്മൾ ഒരു AC സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. AC സിഗ്നൽ കൊടുക്കുന്നില്ല എങ്കിലും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ബയാസിങ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് VCC എന്ന് പറഞ്ഞ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്നേരം DC പവർ നമ്മൾ ഓൺ ചെയ്യാണ്, AC പവർ ഇല്ല, AC കൊടുക്കുന്നില്ല. DC നമ്മൾ ഒരു പവർ സപ്ലൈ, DC പവർ സപ്ലൈ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ AC സിഗ്നൽ എന്ത് വഴിയാണ് കൊടുക്കുന്നത്, ഒരു ഫങ്ഷൻ ജനറേറ്റർ വഴിയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അന്നേരം DC മാത്രം നമ്മൾ ഓൺ ചെയ്യാണ്, AC ഓഫാക്കി വെക്കുകയാണ്. AC സിഗ്നൽ ഇല്ല എന്നുണ്ടെങ്കിലും
നമുക്കറിയാം ഡി സി ബയാസിങ് കൊടുക്കുന്നേരം ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആവുമല്ലോ. ട്രാൻസിസ്റ്ററിൽ കൂടി ബേസ് കറൻറ്റ് ഫ്ലോ ചെയ്യും, കളക്ടർ കറൻറ്റ് ഒക്കെ ഫ്ലോ ചെയ്യും. ഈ കളക്ടർ കറൻറ്റും ബേസ് കറൻറ്റും നമ്മൾ എങ്ങനെയായിരുന്നു ഡിസൈൻ ചെയ്തിരിക്കുന്നത്? കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് മാക്സിമം കളക്ടർ കറൻറ്റിൻ്റെ പകുതിയാകുന്ന വിധത്തിലും ബേസ് കറൻറ്റ് എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് കറൻറ്റും ആയിരിക്കും സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് VCC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് VCE എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മാക്സിമം വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന VCC ആണ്. ആ VCCൻ്റെ പകുതി ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരുന്നത്, അല്ലേ? എന്ന് പറയുന്നത് 6 വോൾട്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് VCC 12 വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ. അന്നേരം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ DC ബയാസിങ് സർക്യൂട്ടിൽ. അന്നേരം AC അപ്ലൈ ചെയ്യാത്ത സമയത്തും സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജും ഈ കറൻറ്റും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് പോലെയാണ്. അന്നേരം ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 6 വോൾട്ട് ആയിരിക്കും. കറൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 മില്ലി ആംപിയർ അല്ലെങ്കിൽ അതിനടുത്തിട്ടുള്ള 2 മില്ലി ആംപിയർ ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ സാധാരണ ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു AC വോൾട്ടേജും കൂടി അപ്ലൈ ചെയ്യാൻ പോവാണ്. നേരെ ഓൾറെഡി ട്രാൻസിസ്റ്റർ ബയാസിങ്ങിലാണ്, ഫോർവേഡ് ബയാസിലാണ്. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും ആയിരിക്കും. നേരെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസിസ്റ്ററിൽ AC അപ്ലൈ ചെയ്യാൻ പോവാണ്. AC സിഗ്നലും കൂടി ഓൺ ചെയ്തു, ഫങ്ഷൻ ജനറേറ്റർ ഓൺ ചെയ്തു. ഇനി ഫങ്ഷൻ ജനറേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് AC സിഗ്നൽ കപ്പാസിറ്റർ വഴി ബേസിലെത്തുന്നു. അന്നേരം അഡീഷണലായിട്ട് ACയും കൂടി എത്താണ്. DC കറൻറ്റ് ഓൾറെഡി അതിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് എന്തും കൂടി വരുവാണ്? AC സിഗ്നലും കൂടി വരുവാണ്. അന്നേരം ACക്ക് നമുക്കറിയാം 2 പോർഷൻ ഉണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള ഫോർവേഡ് ബയാസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, പിന്നെയും കൂടും. ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള ഫോർവേഡ് ബയാസ് പിന്നെയും കൂടുകയാണ് ചെയ്യുക. എപ്പോൾ? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അന്നേരം ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസസ് ഇൻക്രീസസ് എഗെയിൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അന്നേരം ഫോർവേഡ് ബയാസ് across the base emitter junction increases, that is base current increases. Due to that collector current is also increases. നേരെ കളക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നേരം നമുക്കറിയാം കളക്ടർ റെസിസ്റ്ററിന് അക്രോസുള്ള ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യും. കളക്ടർ റെസിസ്റ്ററിന് അക്രോസുള്ള ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുന്നേരം ആക്ച്വലി എന്ത് ചെയ്യുന്നത്? കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കുറയുന്നു എന്നല്ല മീനിങ്, നെഗറ്റീവ്ലി അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ്ലി ഇൻക്രീസ് ചെയ്യുന്നേരം ബേസിക്കലി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ്ലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അന്നേരം അവിടെയും ആംപ്ലിഫിക്കേഷൻ ഉണ്ടായി. ഇൻപുട്ട് കറൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കറൻറ്റാണ് ഇൻപുട്ടായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ആ കറൻറ്റിലുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ കളക്ടർ കറൻറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ കളക്ടർ കറൻറ്റ് മില്ലി ആംപിയറിലാണ് ചേഞ്ച് ചെയ്യുക. ബേസ് കറൻറ്റ് മൈക്രോ ആംപിയറിൽ ചേഞ്ച് ചെയ്യുന്നേരം കളക്ടർ കറൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? മില്ലി ആംപിയർ റേഞ്ചിൽ വെച്ചിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. നേരെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജും കൂടുമല്ലോ. കറൻറ്റ് കൂടുന്നേരം വോൾട്ടേജും കൂടും. അന്നേരം നമുക്കറിയാം ഇതിലുണ്ടാകുന്ന സ്മോൾ ചേഞ്ച് ലാർജ് ചേഞ്ചായിട്ട് ഔട്ട്പുട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആംപ്ലിഫിക്കേഷൻ നടക്കും. ഇനി ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണെന്ന് സംഭവിക്കുക? ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള ഫോർവേഡ് ബയാസ് കുറയും. ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള ഫോർവേഡ് ബയാസ് കുറയുക എന്ന് പറയുന്നത് ബേസ് കറൻറ്റ് കുറയും, കലക്ടർ കറൻറ്റ് കുറയും. കലക്ടർ കറൻറ്റ് കുറയുന്നേരം ഇത് ആ പ്രോസസ്സ് നിങ്ങൾ എഴുതി വെക്കണം. IB ഡിക്രീസസ്, IC ഡിക്രീസസ്, കലക്ടർ റെസിസ്റ്ററിന് അക്രോസുള്ള ഡ്രോപ്പ് VRC ഡിക്രീസസ്. VRC എന്ന് പറഞ്ഞാൽ എന്താ? ICRC. VRC ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ നമുക്കറിയാം കലക്ടർ ടു എമിറ്റർ വോൾട്ടേജ്, ട്രാൻസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. കലക്ടർ ടു എമിറ്റർ വോൾട്ടേജ് അതെന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അന്നേരം അത് പോസിറ്റീവ്ലി ഇൻക്രീസ് ചെയ്യുന്നു. നെഗറ്റീവായിട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അന്നേരം ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. നെഗറ്റീവായിട്ട് നെഗറ്റീവ് മാക്സിമം വരെ ഇൻക്രീസ് ചെയ്തു, പിന്നെ കുറയാണ് ചെയ്യുന്നത്. അന്നേരം നെഗറ്റീവ് വോൾട്ടേജാണ് ഇൻപുട്ടിൽ വരുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ ചെയ്യുക? പോസിറ്റീവ് ഇൻക്രീസാണ് ഉണ്ടാകുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായാലും കൂടും. ഇൻപുട്ടിൽ മില്ലി വോൾട്ട് റേഞ്ചിലാണ് കിട്ടുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് റേഞ്ചിലാണ് കിട്ടുക. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടായിരിക്കും. അതേസമയം പോസിറ്റീവ് വോൾട്ടേജാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് ചെയ്യുന്നത്? നെഗറ്റീവായിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഏത് ഇതിലാണ്? AC കണ്ടീഷനിൽ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ എഗെയിൻ ഈ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ എഗെയിൻ നമ്മൾ ഈ കണ്ടീഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്ന സമയത്ത് നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ എമിറ്ററിലുണ്ടാവുന്ന ഡ്രോപ്പ് നമ്മൾക്ക് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് എമിറ്ററിലുള്ള ഡ്രോപ്പ് ഇല്ലെങ്കിൽ VC പിന്നെയും കൂടുമല്ലോ. എമിറ്ററിൽ അഥവാ AC ഡ്രോപ്പ് ചെയ്ത് പോവുകയാണെന്നായിരിക്കും. നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ വെക്കുന്നില്ലെങ്കിൽ REക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ചൊരു AC സിഗ്നൽ അവിടെ ഉണ്ടാവില്ലേ. അന്നേരം ആ സിഗ്നലിൻ്റെ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാനാണ് ഇടയാവുക. അന്നേരം അതിനെക്കുറിച്ച് നമ്മളൊരു ബൈപ്പാസ് കപ്പാസിറ്റർ അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ എന്താ സംഭവിക്കുക? ACക്ക് ആ RE എന്ന് പറയുന്ന റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തായിപ്പോവും? 0യിലേക്ക് പോകും. അന്നേരം അവിടെ ഡ്രോപ്പ് ഉണ്ടാവില്ല. അന്നേരം മുഴുവൻ വോൾട്ടേജും നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിലേക്ക് കിട്ടും. പിന്നെ വരുന്നത് RCക്ക് അക്രോസുള്ള ഡ്രോപ്പാണ്. അന്നേരം RCക്ക് അക്രോസുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് ICRC ഡ്രോപ്പാണ് വരിക. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ REക്ക് അക്രോസുള്ള ഡ്രോപ്പ് നമുക്ക് ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ചിട്ട് നമുക്ക് ഏറ്റവും മിനിമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നവർ എഗെയിൻ നമ്മൾ നോട്ട് ചെയ്യുക, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. ഔട്ട്പുട്ടിലുണ്ടാകുന്ന വോൾട്ടേജ് വളരെ അങ്ങ് കൂടും ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ അതിൻ്റെ എഫക്റ്റ് നോക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്യൂട്ടിൽ ബൈപ്പാസ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടും കണക്ട് ചെയ്യാണ്ടും ചെയ്ത് നോക്കുക ലാബിൽ ചെയ്യുന്നേരം. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന വേവ് ഫോമാണിത്. ചെറുതായിട്ട് വരച്ചിരിക്കുന്നത് ഇൻപുട്ട് വേവ് ഫോമാണ്. ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഔട്ട്പുട്ട് വേവ് ഫോമാണ്. ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബേസ് എമിറ്റർ ജംഗ്ഷനിലും ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കലക്ടർ എമിറ്റർ ജംഗ്ഷനിന് അക്രോസ് ആയിട്ടാണ്. നേരെ കലക്ടറിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് നമ്മളൊരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ലോഡ് റെസിസ്റ്ററിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നേരം കിട്ടുന്ന വോൾട്ടേജാണ് ബ്ലൂ കളറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. റെഡ് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മില്ലി വോൾട്ട് റേഞ്ച് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് വോൾട്ടേജ് റേഞ്ചിലായിരിക്കും. ആംപ്ലിഫൈ ചെയ്തു, ഗെയിൻ ഉണ്ടായി. എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക? സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജ് 120 മില്ലി വോൾട്ട്. ലെറ്റ് ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക, ഗെയിൻ കണ്ടുപിടിക്കുക. നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എന്താ വരിക? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 20 മില്ലി വോൾട്ടാണെന്നിരിക്കുക. എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടിയിരിക്കുന്ന ഒരു 4 വോൾട്ട് ആണെന്നിരിക്കുക. 4 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടി, നമുക്ക് മാക്സിമം 4 വോൾട്ട് കിട്ടി. ഓക്കെ, ദെൻ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ പീക്ക് ടു പീക്കാണ് പറയുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് മാക്സിമം മുതൽ
നെഗറ്റീവ് മാക്സിമം വരെ കൊടുക്കുന്ന വോൾട്ടേജ് 20 മില്ലി വോൾട്ടാണെന്നിരിക്കാം. ദെൻ പീക്ക് ടു പീക്ക് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? ഔട്ട്പുട്ട് ഗെയിൻ ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 4 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് 20 മില്ലി വോൾട്ട്. ചെയ്ത് നോക്കുക, എത്ര ഗെയിൻ കിട്ടുന്നു നോക്കുക. ഓക്കെ, ഇനി ഇവിടെ വേറെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞു ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. വേറെ ഒരു വ്യത്യാസം എന്താണ്? ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നത്. ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒന്നും കൂടി പറയാം. ദെൻ എഗെയിൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അങ്ങനെയാണെന്നേരം നമുക്ക് ഇതെങ്ങനെയാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം പോസിറ്റീവ്. അത് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതാണ്. വൈ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ഔട്ട് ഓഫ് ഫേസ് ഇൻ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ എന്തുകൊണ്ടാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഔട്ട് ഓഫ് ഫേസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നേരാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഇൻപുട്ടിന് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. 180 ഡിഗ്രി കഴിഞ്ഞതിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. നേരം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത്? അതിന് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുക. എന്തായിരുന്നു വി സി? കളക്ടർ ടു എമിറ്റർ വോൾട്ടേജിനെയാണ് നമ്മൾ വി സി എന്ന് പറയുന്നത്. അത് എങ്ങനെ കിട്ടും? ടോട്ടൽ വോൾട്ടേജായ വി സി സിന്ന് ഐ സി ആർ സി എന്ന് പറഞ്ഞ എമൗണ്ട് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എമിറ്ററിന് അക്രോസുള്ള ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എമിറ്ററിന് അക്രോസുള്ള ബൈപ്പാസ് കപ്പാസിറ്റർ ഉള്ളത് കൊണ്ട് എമിറ്റർ റെസിസ്റ്റർ നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. നേരെ എമിറ്റർ റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ഇല്ല. ഐ ആർ ഇ എന്ന് പറയുന്ന ഡ്രോപ്പ് 0 ആയിപ്പോയി. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ നമ്മൾ ആ ടേം യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള ഫോർവേഡ് ബയാസ് കൂടുന്നു, ബേസ് കറൻറ്റ് കൂടുന്നു, കളക്ടർ കറൻറ്റ് കൂടുന്നു. അത്രയും അറിയാം അല്ലേ? ഇൻപുട്ടിൽ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ബേസ് എമിറ്റർ ജംഗ്ഷനിൽ നമുക്കറിയാം ഫോർവേഡ് ബയസ് കൂടുന്നു, ദെൻ ബേസ് കറൻറ്റ് കൂടുന്നു, കളക്ടർ കറൻറ്റ് കൂടുന്നു, ഐ സി ആർ സി ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. എഫക്റ്റീവ്ലി എന്താ സംഭവിക്കുക? വി സി ഡിക്രീസ് ചെയ്യും. വി സി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, നേരെ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഡിക്രീസ് ചെയ്യുന്നതിൽ അവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആണോ കിട്ടുന്നത്? അല്ല, നെഗറ്റീവ് വോൾട്ടേജ് അല്ല അവിടെ കിട്ടുക. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഒരു ഡി സി ബയാസിങ് കൊടുത്തിട്ടുണ്ട്. ക്യൂ പോയിൻ്റ് നമ്മൾ സെൻട്രലാണ്, ഡി സി ലോഡ് ലൈനിൻ്റെ സെൻട്രലാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേരം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻപുട്ടിൽ 0 വോൾട്ടേജ് കൊടുത്താലും ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ടാവും? 6 വോൾട്ട് ഉണ്ടാവും അല്ലേ? അന്നേരം ആ 6 വോൾട്ടിൽ നിന്ന് കുറയാണ് ചെയ്യുക. വി സി എന്താ ചെയ്യുന്നത്? ആ 6 വോൾട്ടിൽ നിന്ന് കുറയാണ് ചെയ്യുക. വി സി 6 വോൾട്ടിൽ നിന്ന് കൂടുകയും ചെയ്യും അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അന്നേരം വി സി 6 വോൾട്ടിൽ നിന്ന് കൂടുകയും കുറയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ നേരെ തിരിച്ചാണ് വരിക അല്ലേ?
നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഫോർവേഡ് ബയാസ് ഡിക്രീസ് ചെയ്യും. ഫോർവേഡ് ബയാസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ബേസ് കറൻറ്റ് ഡിക്രീസ് ചെയ്യും. ബേസ് കറൻറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ കലക്ടർ കറൻറ്റ് കുറയും. കലക്ടർ കറൻറ്റ് കുറയുന്ന സമയത്ത് IC/RC ഡ്രോപ്പ് കുറയും. ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. നേരം ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇൻപുട്ടിൽ വരുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ എന്താണ് വരിക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. അതുപോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. അതുകൊണ്ടാണ് ഈ രണ്ട് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റുന്നത്. ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിളും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം പോസിറ്റീവ് ഹാഫ് സൈക്കിളും ആയിരിക്കും വരിക. നേരെ ഇതാണ് ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ കൊണ്ടാണ് അത് രണ്ട് ഇതും ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് രണ്ടും ഔട്ട് ഓഫ് ഫേസ് വരുന്നതെന്നുള്ളത് ഒന്നും കൂടി നോക്കാം. ഇത് നമ്മൾ ഒന്നും കൂടി DC ലോഡ് ലൈൻ വരക്കുവാണെങ്കിൽ ഇതുപോലെയായിരുന്നു DC ലോഡ് ലൈൻ കിട്ടിയത്. അലോങ് X ആക്സിസ് VCE, along y-axis IC. ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടിൽ സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിഗ്നൽ ഇല്ലാത്ത സമയത്ത് IC എന്തായിരിക്കും? നടുക്ക് അല്ലേ. അതുപോലെ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും നേരെ പകുതി. ഇത് VCC ആണ്. അതിൻ്റെ നേരെ പകുതിയായിരിക്കും കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇൻപുട്ടിൽ സിഗ്നൽ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് DC ക്വിസൻറ്റ് കറൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ICQ. ഇതാണ് ICQ. ഇതെന്താണ്? VCQ, ക്വിസൻറ്റ് വോൾട്ടേജ്. നമ്മൾ DC വോൾട്ടേജ് മാത്രം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന VCEQ. ഓക്കെ, ഇത് VCEQ. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യാന്നിരിക്കാം. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു ബേസ് കറൻറ്റ് കൂടും. ബേസ് കറൻറ്റ് കൂടുന്നേരം കളക്ടർ കറൻറ്റും കൂടും. കളക്ടർ കറൻറ്റ് കൂടുന്നത് എവിടെ നിന്നാന്ന് നോക്കിയേ? ഈ DC കറൻറ്റിൽ നിന്ന് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ DC കറൻറ്റ് ഇപ്പം 3 മില്ലി ആംപിയർ ആണെന്നിരിക്കുക. ഇത് 3 മില്ലി ആംപിയർ ആണെങ്കിൽ ഇത് കൂടിയിട്ട് 6 മില്ലി ആംപിയർ വരെ പോകും അല്ലേ. അങ്ങനെയാണ് കൂടുന്നത്. അതേസമയം ആ ടൈമിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുന്നേരം 6 മില്ലി ആംപിയർ ആകുന്നേരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 0 വോൾട്ടേജ് അല്ലേ വരിക അല്ലേ, ഔട്ട്പുട്ടിൽ 0 വോൾട്ടേജ്. നേരെ നമ്മൾ ഈ വോൾട്ടേജ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇതുപോലെ ആയിരിക്കും ചേഞ്ച് വരിക, നേരെ തിരിച്ച്. ഇവിടെ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഏതാണ് വരിക? നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും വരിക. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിള് കളക്ടർ കറൻറ്റ് കുറയാണ് ഇന്ന്. കളക്ടർ കറൻറ്റ് കുറഞ്ഞിട്ട് 0 വരെ എത്തി. നമ്മൾ മാക്സിമം സ്വിങ്
ഏറ്റവും നമുക്ക് കിട്ടാൻ പറ്റുന്ന മാക്സിമത്തിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഇൻപുട്ട് അങ്ങനെ കൊടുക്കാതിരിക്കുക, മാക്സിമം കിട്ടുന്ന വിധത്തിൽ. അന്നേരം ഇത് കുറഞ്ഞ് 0 വരെ പോകും. 0യിൽ നെഗറ്റീവ് ഒരിക്കലും പോവില്ല, 0 വരെ എത്തില്ല, 0നെ കുറച്ച് മുന്നേ വരെ വരും. ഓക്കെ, അന്നേരം ആ ഒരു ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ കിട്ടുക? 0 വരുന്നത് നമുക്കറിയാം VCC ആണ് അല്ലേ. ഔട്ട്പുട്ട് എന്തായിരിക്കും? കളക്ടർ കറൻറ്റ് VCC ആയിരിക്കും. അന്നേരം നേരെ തിരിച്ചാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അന്നേരം ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്നേരം ഇവിടെ വരുന്നത് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ്. അന്നേരം ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത് ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളക്ടർ കറൻറ്റ്. അന്നേരം കളക്ടർ കറൻറ്റിൻ്റെ വേരിയേഷനും ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വേരിയേഷനും ഒരേപോലെ. ഇൻപുട്ടിൽ പോസിറ്റീവ് വരുന്നേരം കളക്ടർ കറൻറ്റും പോസിറ്റീവ് ആയിരിക്കും, ഇൻപുട്ട് നെഗറ്റീവ് വരുന്നേരം കളക്ടർ കറൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. അതേസമയം VC മാറുന്നത് ഇൻപുട്ടിലുള്ള വോൾട്ടേജിൻ്റെ പോസിറ്റീവ് വരുന്നേരം VC എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇൻപുട്ടിൽ നെഗറ്റീവ് വരുന്നേരം ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ അതിനെന്താ പറയുക? ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയും. ഔട്ട് ഓഫ് ഫേസ്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്.